വലിയൊരു സന്തോഷത്തിലാണ്. കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഖലീൽ ബുഖാരി തങ്ങളുമാണ് ഞാൻ മുന്നോട്ട് വെച്ച കാസർകോട്ടെ മെഡിക്കൽ കോളേജിൻ്റെ ദയനീയമായ അവസ്ഥ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മാത്യു കുഴൽനാടൻ MLA ഒക്കെ ഏറ്റുപിടിച്ച് രംഗത്ത് വന്നപ്പോൾ അതേപോലെ പിന്തുണ നൽകി എൻ്റെ സമരത്തെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്ന കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരിനും ഖലീൽ ബുഖാരി തങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് കാസർഗോഡ് ജനതയുടെ നന്ദിയാണ്. കാരണം നിങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഒരു പ്രതിഷേധത്തെ വലിയ രീതിയിൽ നോക്കിക്കാണുകയും കാസർഗോഡിന് അത്യാവശ്യമായിട്ടൊരു മെഡിക്കൽ കോളേജ് വേണമെന്ന് നിലപാടിലുറച്ച് കേരളയാത്ര എന്ന് പറയുന്ന മനുഷ്യർക്കൊപ്പം എന്നുള്ള ടാഗ് ലൈനിലൂടെ നിങ്ങൾ നടത്തുന്ന ആ ഒരു വലിയ പരിപാടിയിൽ ഇത് പറയാൻ നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു ജനതയോടുള്ള ഇഷ്ടമുണ്ടല്ലോ, അതിനെ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയുന്നില്ല. ഒരുപാട് നന്ദി. കാരണം എല്ലാ മതപണ്ഡിതന്മാരും വരണം, എല്ലാ സംഘടനയിൽപ്പെട്ട ആളുകൾ. ഇന്ന സംഘടന ഇന്ന ആളുകൾ എന്നൊന്നും എനിക്കില്ല. ഞാനൊരു സംഘടനയുടെയും ഒരാളല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നിലവിൽ ബാനറില്ലാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആര് മെഡിക്കൽ കോളേജ് വിഷയം പിന്തുണച്ചു കഴിഞ്ഞാലും ഞാൻ ആ പിന്തുണ സ്വീകരിക്കും. അതിനിടയിലാണ് ഉസ്താദിൻ്റെ പിന്തുണ വരുന്നത്. ഇവിടുത്തെ ഭരണാധികാരികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്, തെക്കും വടക്കുമായി യാതൊരു വ്യത്യാസവും ഉണ്ടാകാൻ പാടില്ല. കേരളം ഭരിക്കുന്നവർ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണണം. കാസർഗോഡ് ജില്ല ഒരു മെഡിക്കൽ കോളേജ് മാത്രമല്ല, ഒരു എയിംസ് തന്നെ കാസർഗോഡ് ജില്ലക്ക് അനുവദിച്ച് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരെ എന്തുകൊണ്ടും രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. പൂർണ്ണ വിജയത്തിലേക്ക് ഈ ജില്ലയുടെ മെഡിക്കൽ കോളേജ് വളർന്നിട്ടില്ല. അതിനുവേണ്ടി ഗവൺമെന്റും ഇവിടുത്തെ ഭരണകൂടങ്ങളും അതേപോലെ തന്നെ ഇവിടെയുള്ള MP-മാരും MLA-മാരും എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കണമെന്ന്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. വ്യാപകമായൊരു പ്രതിഷേധം മെഡിക്കൽ കോളേജിൻ്റെ ബാനറിൽ ഉണ്ടാകും. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രി നിർബന്ധമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കഴിഞ്ഞാലും ആ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. കാരണം കാസർകോട്ടെ ജനതയെ കീറിമുറിക്കാൻ വിട്ടുകൊടുത്തവരുടെ പട്ടികയിൽ നിങ്ങൾ പെടും. അത് 100% ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. മെഡിക്കൽ കോളേജിൻ്റെ പണി തുടങ്ങിയില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് കൂളായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാമെന്ന് ആരും കരുതേണ്ട. വ്യാപകമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും.